ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. ഉത്തരാഖണ്ഡ് രൂപീകരണ രജത ജൂബിലിയോടനുബന്ധിച്ച് നിയമസഭയുടെ പ്രത്യേക സമ്മേളനത്തെ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് അഭിസംബോധന ചെയ്യും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് കേരളത്തിലെത്തും. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. എമർജിംഗ് സയൻസ് ആൻഡ് ടെക്നോളജി ഇന്നൊവേഷൻ കോൺക്ലേവ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ഉച്ചസ്ഥായിയിൽ. സമാധാനപരമായി വോട്ട് രേഖപ്പെടുത്താൻ ആവശ്യമായ സൌകര്യങ്ങൾ ഉറപ്പാക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. വനിതാ ലോകകപ്പിൽ ചരിത്രം കുറിച്ച് ഇന്ത്യ. ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയെ തോൽപ്പിച്ചത് 52 റൺസിന്. ഷെഫാലി വർമ്മ കളിയിലെ താരം. കേരളത്തിൽ ഗർഭാശയ ഗള ക്യാൻസർ പ്രതിരോധത്തിനായി +1, +2 വിദ്യാർത്ഥിനികൾക്കുള്ള വാക്സിനേഷൻ പദ്ധതി ഇന്ന് ആരംഭിക്കും. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 3 ദിവസത്തെ ഉത്തരാഖണ്ഡ് സന്ദർശനം തുടരുന്നു. സന്ദർശനത്തിന്റെ ആദ്യ ദിവസമായ ഇന്നലെ ഡെറാഡൂണിലും ഹരിദ്വാറിലും വിവിധ പരിപാടികളിൽ ശ്രീമതി മുർമു പങ്കെടുത്തു. പതഞ്ജലി സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങിനെ അഭിസംബോധന ചെയ്ത രാഷ്ട്രപതി ഡെറാഡൂണിൽ വിവിധ പദ്ധതികൾക്കും തുടക്കം കുറിച്ചു. അന്താരാഷ്ട്ര സാംസ്കാരിക ഉത്സവത്തിൽ പങ്കെടുക്കുന്നവരുമായി രാഷ്ട്രപതി സംവദിച്ചു. ഉത്തരാഖണ്ഡിന്റെ രജത ജൂബിലിയോടനുബന്ധിച്ച് നിയമസഭയുടെ പ്രത്യേക സമ്മേളനത്തെ രാഷ്ട്രപതി ഇന്ന് അഭിസംബോധന ചെയ്യും. നൈനിറ്റാൾ രാജ്ഭവൻ സ്ഥാപിതമായതിന്റെ 125ാം വാർഷികത്തോടനുബന്ധിച്ച് നടക്കുന്ന ആഘോഷങ്ങളിലും രാഷ്ട്രപതി പങ്കെടുക്കും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് കേരളത്തിലെത്തും. ഉച്ചയ്ക്ക് തിരുവനന്തപുരത്തെത്തുന്ന അദ്ദേഹം ഹെലികോപ്റ്ററിൽ കൊല്ലത്തേക്ക് തിരിക്കും. വൈകിട്ട് 3-ന് കൊല്ലം ഫാത്തിമ മാതാ നാഷണൽ കോളേജിന്റെ വജ്ര ജൂബിലി ആഘോഷത്തിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കും. തുടർന്ന് കയർ കയറ്റുമതി സംഘടനകളുടെ ഫെഡറേഷൻ അംഗങ്ങളുമായി അദ്ദേഹം ആശയവിനിമയം നടത്തും. തിരികെ തിരുവനന്തപുരത്തെത്തുന്ന ഉപരാഷ്ട്രപതി ഇന്ന് രാജ്ഭവനിൽ തങ്ങും. നാളെ രാവിലെ ശ്രീ ചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നടക്കുന്ന ചടങ്ങിൽ അദ്ദേഹം സംബന്ധിക്കും. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരത്തും കൊല്ലത്തും ഗതാഗത നിയന്ത്രണം. ഇന്ന് ഉച്ചയ്ക്കു ശേഷം കൊല്ലം നഗരപരിധിയിലെ സ്കൂളുകൾക്ക് കളക്ടർ അവധി പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം നഗരത്തിൽ നാളെയും ഗതാഗത നിയന്ത്രണമുണ്ടാകും. സുരക്ഷാ നടപടികളും ശക്തമാക്കിയിട്ടുണ്ട്. എമർജിംഗ് സയൻസ് ആൻഡ് ടെക്നോളജി ഇന്നൊവേഷൻ കോൺക്ലേവ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. 1 ലക്ഷം കോടി രൂപയുടെ ഗവേഷണ വികസന ഇന്നൊവേഷൻ സ്കീം ഫണ്ടിനും പ്രധാനമന്ത്രി ചടങ്ങിൽ തുടക്കം കുറിക്കും. രാജ്യത്തെ ഗവേഷണ വികസന ആവാസ വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുകയാണ് കോൺക്ലേവ് ലക്ഷ്യമിടുന്നത്. 3 ദിവസത്തെ കോൺക്ലേവ് ഈ മാസം 5-ന് സമാപിക്കും. വനിതാ ലോകകപ്പിൽ ചരിത്രം കുറിച്ച് ഇന്ത്യ. മുംബൈയിൽ നടന്ന കലാശ പോരാട്ടത്തിൽ ദക്ഷിണാഫ്രിക്കയെ 52 റൺസിന് തോൽപ്പിച്ചാണ് ഇന്ത്യ ലോക ചാമ്പ്യന്മാരായത്. ഏകദിനത്തിലെ ഇന്ത്യൻ വനിതാ ടീമിന്റെ കന്നി ലോകകപ്പ് കിരീടമാണ് ഇത്. ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്. മോഹക്കപ്പിനരികെ 2005-ലും 2017-ലും പൊരുതി വീണ കണ്ണീരൊടുവിൽ ഇന്ത്യ കഴുകിക്കളഞ്ഞിരിക്കുന്നു. നിശ്ചയദാർഢ്യത്തോടെ പൊരുതിക്കേറിയ ഇന്ത്യൻ പട കരുത്തരെയെല്ലാം വീഴ്ത്തിയാണ് അഭിമാന കിരീടം സ്വന്തമാക്കുന്നത്. നവി മുംബൈയിൽ കോരിച്ചൊരിഞ്ഞ മഴയ്ക്ക് പോലും ഇന്ത്യ വിജയത്തിന്റെ നീലാകാശം തൊടുന്നത് നീട്ടിവെക്കാനായില്ല. 58 പന്തിൽ നിന്ന് 58 റൺസ് നേടുകയും 5 വിക്കറ്റ് വീഴ്ത്തുകയും ചെയ്ത ദീപ്തിയുടെ മിന്നും പ്രകടനം വിജയ വഴിയിൽ ആവേശം വിതറി. ഓപ്പണിംഗിൽ ഷഫാലിയും സ്മൃതി മന്ദാനയും ചേർന്ന് നേടിയ 104 റൺസിന്റെ കൂട്ടുകെട്ടാണ് കളിയിൽ ഇന്ത്യക്ക് നിർണായകമായത്. ലോകകപ്പ് കിരീടം നേടിയ ഇന്ത്യൻ വനിതകളെ രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവർ അഭിനന്ദിച്ചു. വാർത്താവിനിമയ ഉപഗ്രഹമായ CMS-03യുടെ വിജയകരമായ വിക്ഷേപണത്തിൽ ISROയെയും നാവികസേനയെയും അഭിനന്ദിച്ച് ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, കേന്ദ്രമന്ത്രിമാർ തുടങ്ങിയവർ. തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഈ ഉപഗ്രഹം ആത്മനിർഭർ ഭാരതമെന്ന ലക്ഷ്യത്തിലേക്കുള്ള അഭിമാനകരമായ മറ്റൊരു നാഴികക്കല്ലാണെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ പറഞ്ഞു. രാജ്യത്തെ ബഹിരാകാശ മേഖലയുടെ മികവും നൂതനത്വവുമാണ് ഈ വിജയത്തിലൂടെ വ്യക്തമാകുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇന്നലെ വൈകുന്നേരം 5:26-നാണ് ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ട സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്നും ഇന്ത്യയുടെ ഏറ്റവും ഭാരമേറിയ വാർത്താവിനിമയ ഉപഗ്രഹം CMS-03യുടെ വിക്ഷേപണം നടന്നത്. മൾട്ടി ബാൻഡ് സൈനിക ആശയവിനിമയ ഉപഗ്രഹമാണ് ഇത്. രാജസ്ഥാനിലെ ഫലോഡി ജില്ലയിലുണ്ടായ വാഹനാപകടത്തിൽ 15-ലധികം പേർ മരിച്ചു. തീർത്ഥാടകരുമായി പോയ ബസ് റോഡിൽ നിർത്തിയിട്ടിരുന്ന ട്രെയിലറിൽ ഇടിച്ചാണ് അപകടമുണ്ടായത്.
സംഭവത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, രാജസ്ഥാൻ മുഖ്യമന്ത്രി ഭജൻലാൽ ശർമ്മ തുടങ്ങിയവർ ദുഃഖം രേഖപ്പെടുത്തി. രാജ്യത്ത് നിലവിൽ വന്ന പുത്തൻ തലമുറ GST പരിഷ്കാരങ്ങൾ കാർഷിക മേഖലയിൽ ഗണ്യമായ നികുതി ഇളവുകൾക്ക് കാരണമായതായി കേന്ദ്ര സർക്കാർ. 1800 cc താഴെയുള്ള ട്രാക്ടറുകളുടെ GST 5% കുറച്ചത് ചെറുകിട ഇടത്തരം കർഷകർക്ക് ആശ്വാസമായി. വിവിധ കാർഷിക യന്ത്രങ്ങളുടെ GST 5% കുറച്ചിട്ടുണ്ട്. കാർഷിക മേഖലയിൽ യന്ത്രവൽക്കരണം പ്രോത്സാഹിപ്പിക്കാനും വിള ഉൽപാദനം മെച്ചപ്പെടുത്താനും ഇത് വഴിയൊരുക്കും. 67ാമത് ആകാശവാണി സംഗീത സമ്മേളനത്തിന് തുടക്കമായി. ഡൽഹി, മുംബൈ, ചെന്നൈ നഗരങ്ങളിൽ സമ്മേളനത്തോടനുബന്ധിച്ചുള്ള കച്ചേരികൾ നടന്നു. സാംസ്കാരിക മന്ത്രാലയവും പ്രസാർ ഭാരതിയും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ന്യൂഡൽഹിയിലെ ആകാശവാണി ഭവനിൽ പുല്ലാങ്കുഴൽ വിദ്വാൻ രാകേഷ് ചൌരസിയുടെ കച്ചേരി അരങ്ങേറി. പ്രസാർ ഭാരതി ചെയർമാൻ നവനീത് കുമാർ സെഹ്ഗാൾ, ആകാശവാണി ഡയറക്ടർ ജനറൽ രാജീവ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. രാജ്യത്തെ 24 നഗരങ്ങളിലായാണ് ആകാശവാണി സംഗീത സമ്മേളനം നടക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR News _TVM X ഹാൻഡിലും ലഭ്യമാണ്. ബീഹാറിൽ 1ാംഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിലെ പ്രചാരണം ഉച്ചസ്ഥായിയിൽ. പ്രധാനമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ നരേന്ദ്രമോദി ആരായിയിലും നവാഡയിലും പട്നയിലും നടന്ന തെരഞ്ഞെടുപ്പ് റാലികളെ അഭിസംബോധന ചെയ്തു. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ബെഗുസാരയിലും ഖഗാരിയയിലും നടന്ന കോൺഗ്രസ് റാലികളിൽ പങ്കെടുത്തു. JDU, RJD, ജൻ സുരാജ് പാർട്ടി തുടങ്ങിയ കക്ഷികളുടെ നേതൃത്വത്തിലും പ്രചാരണം ഊർജിതമായി പുരോഗമിക്കുകയാണ്. ഈ മാസം 6-നും 11-നുമാണ് വോട്ടെടുപ്പ്. 14-നാണ് വോട്ടെണ്ണൽ. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടർമാർക്ക് സമാധാനപരമായി വോട്ട് രേഖപ്പെടുത്താൻ ആവശ്യമായ സൌകര്യങ്ങൾ ഉറപ്പാക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ. ഏതെങ്കിലും തരത്തിലുള്ള അക്രമ സംഭവങ്ങളുണ്ടായാൽ കർശനമായ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം കാൺപൂരിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. जहां तक हिंसा की बात है, चुनाव आयोग यह स्पष्ट करना चाहता है, हिंसा की कोई भी गतिविधि बर्दाश्त नहीं की जाएगी और सामान्य मतदाता शांतिपूर्वक अपनी स्वेच्छा के अनुसार पारदर्शी तरीके से मतदान कर पाए. चुनाव आयोग उसके लिए पूरी तरह तैयार है. തിരുവനന്തപുരത്തേക്കുള്ള യാത്രക്കിടെ കേരള എക്സ്പ്രസിൽ നിന്നും മദ്യലഹരിയിൽ ആയിരുന്നയാൾ യുവതിയെ തള്ളിയിട്ടു. ഇന്നലെ രാത്രി വർക്കലയ്ക്കടുത്ത് വെച്ചായിരുന്നു സംഭവം. തിരുവനന്തപുരം സ്വദേശിയായ യുവതിക്ക് ഗുരുതരമായി പരിക്കേറ്റു. പ്രതിയെ പിന്നീട് കൊച്ചുവേളിയിൽ വെച്ച് റെയിൽവേ പോലീസ് അറസ്റ്റ് ചെയ്തു. പരിക്കേറ്റ യുവതി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. കേരളത്തിലെ +1, +2 വിദ്യാർത്ഥിനികൾക്കായുള്ള HPV വാക്സിനേഷൻ പദ്ധതി ഇന്ന് ആരംഭിക്കും. ഗർഭാശയ ഗള ക്യാൻസർ പ്രതിരോധം ലക്ഷ്യമിട്ടുള്ള പദ്ധതിയുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. കണ്ണൂർ ജില്ലയിലാണ് ആദ്യം പദ്ധതി നടപ്പിലാക്കുന്നത്. കണ്ണൂർ കൂത്തുപറമ്പ് താലൂക്ക് സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയും മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. 55ാം സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ ഇന്ന് പ്രഖ്യാപിക്കും. പ്രകാശ് രാജ് അധ്യക്ഷനായ ജൂറിയാണ് അവാർഡുകൾ നിർണയിച്ചത്. വൈകിട്ട് 3:30 തൃശൂർ രാമനിലയത്തിലാണ് പ്രഖ്യാപനം. പരിശുദ്ധ പരുമല തിരുമേനിയുടെ 123ാം ഓർമ്മ പെരുന്നാൾ ദിനമായ ഇന്ന് പുലർച്ചെ 3-ന് നടന്ന കുർബാനയോടെ പെരുന്നാൾ ദിന ചടങ്ങുകൾ ആരംഭിച്ചു. രാവിലെ നടക്കുന്ന 3-ന്മേൽ കുർബാനയ്ക്ക് പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കത്തോലിക്ക ബാവ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഉച്ചയ്ക്ക് 2-ന് റാസയും 3-ന് കൊടിയിറക്കും നടക്കും. പരുമല പള്ളിപ്പെരുന്നാളിന്റെ സമാപന ദിവസമായി ഇന്ന് പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ല, ആലപ്പുഴ ജില്ലയിൽ ഉൾപ്പെട്ട മാവേലിക്കര, ചെങ്ങന്നൂർ എന്നീ താലൂക്കുകളിലെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ പ്രാദേശിക അവധി നൽകി. മുൻകൂട്ടി നിശ്ചയിച്ച പൊതുപരീക്ഷകൾക്ക് അവധി ബാധകമല്ല. സർദാർ വല്ലഭായ് പട്ടേലിന്റെ 150ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് മൈ ഭാരത് ഹരിയാനയിലെ കർണാലിൽ റൺ ഫോർ യൂണിറ്റി സംഘടിപ്പിച്ചു. സർദാർ പട്ടേലിന്റെ ജീവിതത്തിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ട് രാജ്യവികസനത്തിനായി പ്രവർത്തിക്കണമെന്ന് റാലിയിൽ പങ്കെടുത്ത കേന്ദ്രമന്ത്രി മനോഹർ ലാൽ ഖട്ടർ പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. ഉത്തരാഖണ്ഡ് രൂപീകരണ രജത ജൂബിലിയോടനുബന്ധിച്ച് നിയമസഭയുടെ പ്രത്യേക സമ്മേളനത്തെ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് അഭിസംബോധന ചെയ്യും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് കേരളത്തിലെത്തും. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. എമർജിംഗ് സയൻസ് ആൻഡ് ടെക്നോളജി ഇന്നൊവേഷൻ കോൺക്ലേവ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ഉച്ചസ്ഥായിയിൽ. സമാധാനപരമായി വോട്ട് രേഖപ്പെടുത്താൻ ആവശ്യമായ സൌകര്യങ്ങൾ ഉറപ്പാക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ.
വനിതാ ലോകകപ്പിൽ ചരിത്രം കുറിച്ച് ഇന്ത്യ. ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയെ തോൽപ്പിച്ചത് 52 റൺസിന്. ഷെഫാലി വർമ്മ കളിയിലെ താരം. കേരളത്തിൽ ഗർഭാശയ ഗള ക്യാൻസർ പ്രതിരോധത്തിനായി +1, +2 വിദ്യാർത്ഥിനികൾക്കുള്ള വാക്സിനേഷൻ പദ്ധതി ഇന്ന് ആരംഭിക്കും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.